നമസ്കാരം. അടുത്ത ഇലക്ഷനിൽ രാജീവ് മാങ്കൂട്ടത്തിലില്ലെങ്കിൽ കോൺഗ്രസ്സിന് വിജയം എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ ലോക്കൽ ഇലക്ഷൻ പോലെയല്ല, അതായത് പഞ്ചായത്തിലെയും മുനിസിപ്പാലിറ്റിയിലെയും കോർപ്പറേഷനിലെയും ഇലക്ഷൻ പോലെയല്ല ഇനി വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷൻ. അസംബ്ലി ഇലക്ഷനിൽ നല്ല നേതാക്കന്മാർ വേണം. തമ്മിൽ തല്ലുന്നവർ പണ്ട് മുതലേ കോൺഗ്രസ്സിന് ഇങ്ങനെയാണല്ലോ, പിളർന്ന് പിന്നെയും പിളർന്നുകൊണ്ടേയിരിക്കുന്ന, അതായത് നമ്മുടെ പ്രോട്ടോസോവയൊക്കെ ഡിവൈഡ് ചെയ്ത് പല സെല്ലുകളായിട്ട് മാറുന്ന പോലെ തന്നെ പിളർന്നുകൊണ്ടേയിരിക്കുന്ന പാർട്ടിയായിട്ട് ഇപ്പം മാറുകയാണല്ലോ കോൺഗ്രസ്. ഇപ്പം മുതലല്ല, പണ്ട് മുതലേ ഉണ്ട്. അതുപോലെ തന്നെ വ്യക്തിവൈരാഗ്യം തീർക്കാൻ മാത്രമല്ല, ഭരണം പിടിച്ചെടുക്കാനും അവർ കള്ളക്കഥകൾ ഉണ്ടാക്കാൻ വളരെ മിടുക്കരാണ്. അല്ലെങ്കിൽ അവരെ അതിനെ ചുക്കാൻ പിടിക്കാനായിട്ട് CPM ഉണ്ടാവും. എൻ്റെ കൂട്ടുകാരെ, കോൺഗ്രസ് ഇനി എങ്കിലും ഒരു നല്ല രാഷ്ട്രീയ പാർട്ടി, അതായത് ഈ സ്വാതന്ത്ര്യ സമര കാലത്ത് തന്നെ ഉണ്ടായ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ അതിനെ ശക്തിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നല്ല നേതാക്കന്മാർ അവിടെ വരേണ്ടതുണ്ട്. നിങ്ങൾ വയനാടിൽ പ്രിയങ്കയുടെ പടമുള്ള കലണ്ടർ സപ്ലൈ ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ ഈ ദേശീയ നേതാക്കളെ കേരളത്തിലെ ഏതെങ്കിലും ജില്ലയിൽ മത്സരിപ്പിച്ചതുകൊണ്ടോ നിങ്ങൾക്കൊരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം അവരിവിടെ നിന്ന് പ്രവർത്തിക്കേണ്ടവരാണ്. അവരവരെ നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്ന് പ്രവർത്തിക്കണം. ആൾക്കാർക്ക് വേണ്ട ആവശ്യങ്ങൾ നേടിക്കൊടുക്കണം. അത് വേണം നമ്മുടെ അസംബ്ലിയിൽ നിൽക്കുന്ന ആൾക്കാർ ചെയ്യേണ്ടത്, MLA-മാർ ചെയ്യേണ്ടത്. MLA കാണാൻ പറ്റുമോ? മന്ത്രി പണ്ട് രാജകൊട്ടാരത്തിലെ മന്ത്രിയെ കാണുന്നതിനേക്കാൾ കഷ്ടമല്ലേ ഇപ്പോൾ ഒരു MLA കാണാൻ പോകാൻ? മുഖ്യമന്ത്രിയെ കാണാനേ പറ്റില്ല. അങ്ങനെയുള്ള ഭീകരമായ ഒരു അന്തരീക്ഷമാണല്ലോ. നമ്മളെല്ലാം ഭീകരരാണല്ലോ. നമുക്കൊരു മന്ത്രിയെ കാണാനോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ കാണാനോ നമുക്ക് പറ്റില്ല, നമുക്കറിയാം. അതോടൊപ്പം തന്നെ ഈ കോൺഗ്രസ് ഇത്രയും വിജയം കണ്ട സ്ഥിതിക്ക് അവർ ആഹ്ലാദിച്ചങ്ങ് മതിമറന്ന് നിൽക്കുകയായിരിക്കും. അടുത്ത ഇലക്ഷനിൽ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ചിന്ത പോലും, ഒരു പ്രോട്ടോക്കോൾ പോലും അവർ ഇതുവരെ മുൻപിലെടുത്തിട്ടുണ്ടാകില്ല. ആദ്യമായി ചെയ്യേണ്ടത് നല്ല നേതാക്കളെ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ പോലെയുള്ള നേതാക്കളെ ഇതിലേക്ക് കൊണ്ടുവരിക. ചെറുപ്പക്കാർ വരുമ്പോൾ അവർക്ക് ക്വാളിഫിക്കേഷനും കൂടുതലായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് പ്രവർത്തന നിരയിലേക്ക് ആക്റ്റീവായിട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും. യൂത്തിൻ്റെ എനർജി ഒരിക്കലും ഇതുപോലെ തന്നെ പഴയ ആൾക്കാർക്ക് കിട്ടില്ല. അവർ അവരുടേതായിട്ടുള്ള ചില സിദ്ധാന്തങ്ങളിൽ ഉറച്ചു നിന്നായിരിക്കും ഭരിക്കുക. രാജസിംഹാസനം എപ്പോൾ കിട്ടും എന്നായിരിക്കും അവരുടെ ചിന്ത. ആ ചിന്തയുള്ള കാലത്തോളം കോൺഗ്രസ്സിന് നന്നാകാനായിട്ട് പറ്റില്ല. ഇനി അന്ന് Aയും Iയും ഒക്കെ ആയി, ഇപ്പോഴെന്തൊക്കെ രീതിയിൽ ഇനി ഇത് പൊട്ടിപ്പിളരും എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. പിന്നെ CPM തിരുത്താൻ സമയമുണ്ട്. പക്ഷേ തിരുത്തലുകളേക്കാൾ കൂടുതൽ അപവാദങ്ങളാണ് അവർക്ക് കേൾക്കേണ്ടി വരുന്നത്, പ്രത്യേകിച്ചും ഹിന്ദുക്കളുടെ വശത്തു നിന്നും. ഹിന്ദുക്കൾ ഒത്തിരി പേര് കമ്മ്യൂണിസ്റ്റായിരുന്നു. ഞാനും കമ്മ്യൂണിസ്റ്റായിരുന്നു. എൻ്റെ അച്ഛനും എൻ്റെ കുടുംബവും കമ്മ്യൂണിസ്റ്റായിരുന്നു. പക്ഷേ ഈ വല്ലാത്ത ഒരു ഹിംസാത്മകമായിട്ടുള്ള ഈ ഭരണം കണ്ടതിന് ശേഷമാണ് എല്ലാവരും മാറിയത്. ഇനി എങ്ങനെ എനിക്ക് തോന്നുന്നില്ല വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ CPM-ന് എന്തെങ്കിലും ഒരു മിറക്കിൾ സംഭവിച്ചാൽ ചിലപ്പോൾ CPM തിരിച്ചു വരുമായിരിക്കും. അങ്ങനെ വന്നാൽ തന്നെ നിങ്ങളൊരു കാര്യം ഓർക്കുക, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിങ്ങൾക്ക് വേണ്ടി രക്തസാക്ഷികളായിട്ടുള്ള ആയിരങ്ങളുണ്ട്. അങ്ങനെ രക്തസാക്ഷിത്വത്തിൻ്റെ പേര് പറഞ്ഞ് ജയിച്ചു വരുന്നൊരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇനിയെങ്കിലും അങ്ങനെ വന്നാൽ, ഭരണത്തിൽ വരാൻ ഒരു ചാൻസ് കിട്ടിയാൽ നിങ്ങൾ അവരെ ഓർക്കുക, നിങ്ങൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞവരെ. അതുപോലെ തന്നെ ഈ താഴേക്കിടയിലുള്ള തൊഴിലാളികൾക്ക് വേണ്ടിയല്ലേ നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്? എങ്കിൽ തൊഴിലാളികൾക്ക് വേണ്ട വേതനവും അതുപോലെ തന്നെ തൊഴിലാളികൾക്ക് വേണ്ട ആവശ്യങ്ങളും നിങ്ങൾ ശരിയാക്കി കൊടുക്കുന്നുണ്ടോ? അവരുടെ ശമ്പള വർധനവുണ്ടോ? അവർക്ക് കൊടുക്കേണ്ട ക്ഷാമബത്തെയും മറ്റുമൊക്കെ കൊടുത്തു തീർക്കുന്നുണ്ടോ? അതോ ബ്യൂറോക്രാറ്റ്സ് ആണോ നിങ്ങളുടെ തൊഴിലാളികൾ? IAS ഓഫീസർമാരും അതുപോലെ തന്നെ IPS ഓഫീസർമാരും മാത്രമാണോ നിങ്ങളുടെ തൊഴിലാളികൾ? താഴേക്കിടയിലുള്ള തൊഴിലാളികൾക്ക് നിങ്ങൾക്ക് യാതൊരു വിലയുമില്ലല്ലേ? ഇതാണോ കമ്മ്യൂണിസം? ഇതാണോ മാർക്സും ഏംഗൽസും ഒക്കെ എഴുതി വച്ചിരിക്കുന്നത്? ദാസ് ക്യാപിറ്റൽ അത് വായിച്ച എത്ര പേരുണ്ടാവും ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ? ഒന്നും വേണ്ട, നിങ്ങൾ
തകഴിയുടെ ചില നോവലുകൾ വായിച്ചു നോക്കുക. കയറും അതുപോലെ തന്നെ രണ്ടിടങ്ങഴിയും ഒക്കെ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അന്നത്തെ സ്ഥിതി എന്തായിരുന്നു, അതിൽ നിന്ന് കേരളം എങ്ങനെ മുന്നോട്ട് വന്നു എന്ന്. അപ്പോൾ ഈ സ്ഥിതിയിൽ ഇപ്പോൾ പറയാൻ എളുപ്പമുണ്ട്, മുഴുവൻ സാക്ഷരത നേടിയ ഒരു സംസ്ഥാനം. പക്ഷെ നമ്മുടെ സാക്ഷരതയ്ക്ക് അതിനനുസരിച്ച് ക്വാളിറ്റി ഉണ്ടോ? ഈ സാക്ഷരരായ ആൾക്കാർ വേറൊരു രാജ്യത്ത് പോകുമ്പോഴോ അല്ലെങ്കിൽ ഇന്ത്യയിലെ മെയിൻ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുമ്പോഴോ അവിടെ സമരത്തിന് കൊടിപിടിക്കാൻ മുന്നിൽ നിൽക്കുന്നതല്ലാതെ ടെററിസവും മറ്റും സ്റ്റിമുലേറ്റ് ചെയ്യുന്ന മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നതല്ലാതെ അവരെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഈയിടെ കേട്ടു അമിത്ഷായുടെയും അതുപോലെ തന്നെ, അതായത് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അമിത്ഷായുടെയും അതുപോലെ നമ്മുടെ പ്രധാനമന്ത്രിക്കൊക്കെ കുഴി വെട്ടാൻ സമയമായി, കുഴിച്ചു മൂടാൻ സമയമായി എന്ന്, അതായത് അവരെ കൊല്ലാൻ സമയമായെന്ന്. ഇതാണോ ഇത് കേരളത്തിലെ ഒരു വിദ്യാർത്ഥിനി, JNUവിലെ വിദ്യാർത്ഥിനി പറഞ്ഞതാണ്. അവരുടെ സമരത്തിൽ അവർ വിളിച്ച് പറഞ്ഞ ഒരു മുദ്രാവാക്യമാണ്. അങ്ങനെയാണോ? അപ്പോൾ രാജ്യം നമ്മളെ എങ്ങനെയായിരിക്കും കാണുക? പിന്നെ നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടാലല്ലേ നമ്മുടെ ആവശ്യങ്ങൾ അവർ നിറവേറ്റൂ. ഓഡിറ്റ് കാണിക്കണ്ടേ? ഇല്ലാതെ എങ്ങനെയാണ് കാണിക്കുക? പിന്നെ നിങ്ങൾക്കുള്ള ഒരേ ഒരു പ്രശ്നം, നമ്മുടെ റഹീം ജബ എന്ന് പറഞ്ഞതുപോലെ വേറൊരു സംസ്ഥാനത്ത് ചെന്ന് നമ്മുടെ ഈ വിജ്ഞാനം വിളമ്പുന്നതാണ് നിങ്ങളുടെ വേറൊരു കാര്യം. ആവശ്യമില്ലാതെ ഇങ്ങനെയൊന്നും വിജ്ഞാനം വിളമ്പേണ്ട കാര്യമില്ല. അപ്പോൾ ഒരു LLB കഴിഞ്ഞ ഒരു ലോയറായിട്ടുള്ള ഒരു അഡ്വക്കേറ്റായിട്ടുള്ള ഈ റഹീം ഇങ്ങനെ ബബ ജബ എന്ന് പറയുകയാണെങ്കിൽ ബാക്കിയുള്ളവരെങ്ങനെയായിരിക്കും പറയുക? പാർലമെൻറ്റിൽ സംസാരിക്കുമ്പോൾ ഒന്ന് മര്യാദയായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇംഗ്ലീഷ് പറയുന്നത് പോലെയെങ്കിലും പറയണ്ടേ? അതിനുള്ള വിജ്ഞാനമെങ്കിലും വേണ്ടേ? അതുകൊണ്ട് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, ആരാണോ നമ്മുടെ കേരളത്തിന് വികസനം കൊണ്ടുവരുന്നത് അവരെ ആയിരിക്കും ജനങ്ങൾ തിരഞ്ഞെടുക്കുക. അവർ പഠിച്ചു കഴിഞ്ഞു, അവരെല്ലാ രീതിയിലും പഠിച്ചു കഴിഞ്ഞു. അമ്പലം വിഴുങ്ങികളെ അവരൊരിക്കലും ഇനി കൊണ്ടുവരില്ല. ഇവിടെ കോൺഗ്രസ്സിനൊരു ചാൻസ് ഉണ്ട്, വേണമെങ്കിൽ അത് മുതലെടുക്കാം, അല്ലെങ്കിൽ BJP അത് കൊണ്ടുപോകും. BJP ഉള്ളതിൽ വെച്ചിപ്പോൾ നല്ല പാർട്ടി BJP ആണെന്ന് തോന്നുന്നു. കാരണം അത്ര വലിയ അഴിമതികളൊന്നും നമുക്കിവിടെ കാണാനില്ല. മാത്രമല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്, വിവേകപൂർവ്വമാണ് അവർ പ്രവർത്തിക്കുന്നത്. അവരുടെ വിവേകം കണ്ടുപഠിക്കണം. എന്തായാലും ഇലക്ഷൻ വരികയല്ലേ, നമുക്ക് കാണാം.